എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ഇക്ബാൽ സംസാരിക്കുക. എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യണേ. മുഹമ്മദ് ഇക്ബാല്. ഞാൻ കോഴിക്കോട് മുക്കത്താണ് വീട്. 2-3 വർഷത്തോളായി ഒളിമ്പസിന്റെ കൂടെ ഉണ്ട്. അതിന്റെ പഠനത്തിലും സഹവാസത്തിലും സത്സംഗത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നന്ദി. താങ്ക് യു ഡോക്ടർ ഇക്ബാൽ. അപ്പോ എന്റെ പേര് പൊന്നി ഒളിമ്പ. ഞാൻ ഇപ്പോ പാലക്കാട് തത്തമംഗലത്ത് നവഗോത്ര ഗുരുകുലത്തിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഇന്നത്തെ പരിപാടി ഗുരുത്വം എന്നുള്ളൊരു വിഷയത്തിന്മേൽ ഊന്നിക്കൊണ്ടുള്ള വെബിനാറാണ്. അപ്പോ എല്ലാവർക്കും വളരെയേറെ താല്പര്യമുള്ള, പ്രത്യേകിച്ച് ഒളിമ്പസിലെ മുൻപ് വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സുകൾ സഹവാസങ്ങൾ ഏതെങ്കിലും പങ്കെടുത്തിട്ടുള്ള PSP കോഴ്സ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്കും വിശദീകരണവും ഒക്കെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പോ ആ ഗുരുത്വം എത്രയേറെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ഒഴികെ എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. അപ്പൊ ഞങ്ങള് പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ചെറുതായിട്ട് ഒരു വിശദീകരണം നൽകാം. ഇവിടെ വർഗീസ് മാത്യു എന്നൊരു പേര് കാണുന്നുണ്ട്. അദ്ദേഹം ഇപ്പോ ഒരു തിരക്കിട്ട പരിപാടിയിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആണ്, ഡൽഹിയിലാണ് താമസം. നമ്മുടേത് 1981 കുട്ടികളുടെ ഒരു ശാസ്ത്ര സംഘടനയായിട്ട് രൂപം കൊണ്ട ഒരു ചെറിയൊരു സയൻസ് ക്ലബായിട്ട് രൂപം കൊണ്ട ഒരു സംരംഭമാണ്. അത് പിന്നീട് കുട്ടികൾ വളർന്നതോടൊപ്പം അതും വളർന്ന് ഒരു പ്രകൃതി തത്വശാസ്ത്ര ദർശനമായി രൂപപ്പെടുകയാണ് ഉണ്ടായത്. 96 മുതൽ അത് നമ്മുടെ സമൂഹത്തിൽ എന്താണ് പ്രകൃതിയോട് നമ്മൾ എങ്ങനെ ചേർന്ന് ജീവിക്കണം എന്നുള്ള രീതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഇക്കോ വില്ലേജ്, അതായത് ഇക്കോ വില്ലേജ് എന്ന് ഇതില് ഉള്ള നമ്മളായിട്ട് പരിചയമുള്ളവർക്കെങ്കിലും എന്തായാലും അത് അറിയുന്നു കരുതുന്നു. പ്രകൃതിയുമായിട്ട് ചേർന്ന് ഇണങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങി ജീവിക്കുന്ന ഒരു ജീവിത സംസ്കാരം രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ ജീവിതമാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ തരത്തിലും. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു മാതൃക പരിസ്ഥിതി ഗ്രാമമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയത് നമുക്ക് വേണ്ടതെങ്കിലും അവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് വേണ്ട കാര്യങ്ങളിലെങ്കിലും ഒരു സ്വാശ്രയത്വം കൈവരിക്കുന്ന ഒരു ജീവിത രീതിയാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇപ്പോ നമ്മൾ അതിനായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് പാലക്കാട് ആലത്തൂര് പാടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെറിയൊരു ക്യാപ്സൂൾ എന്ന് പറയുന്ന ചെറിയ കുടിലുകളൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ചെറുതായിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളവർ അതിന്റെ ചെറിയ രൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നിർമ്മാണ ഘട്ടത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതിനൊരു ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞത് ഇത്തരം പരിപാടികളിലൂടെ. അപ്പൊ ഇന്ന് ഇത് പുതിയതായിട്ട് വന്നവർക്ക് ഇതൊരു ഇൻട്രൊഡക്ടറി പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ പരിപാടികളിലൂടെയാണ് നമ്മളിലേക്ക് കൂടുതൽ ബന്ധപ്പെടാൻ സാധിക്കുക. അപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ ഇന്ന് കേൾക്കുന്ന വാക്കുകളും വിശദീകരണങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൽ വരുന്ന സംശയങ്ങൾക്ക് വ്യക്തത വരുത്തുക. ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് വിഷയ പരിചയമായിരിക്കും നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യോത്തര വേളയാണ്. നിങ്ങൾക്ക് എന്ത് ചോദ്യവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യവും അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് കൂടി പറയാനുള്ള ഇവാലുവേഷൻ സമയമാണ്. അപ്പൊ എല്ലാവരും എല്ലാ സമയവും വേണ്ടവിധം ഉപയോഗിക്കുക. കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടാം. നമുക്കിവിടെ സമയം 7:45 കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാവുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും നമ്പറുകൾ ഇവിടെ തരികയാണെങ്കിൽ നമ്മുടെ ഇത് പറയുന്ന ചർച്ചകൾ ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ട്, അടുത്ത പരിപാടികൾ അനൗൺസ് ചെയ്യാനുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതുവരെ പരിപാടിയിൽ പങ്കെടുക്കാനായി നിങ്ങളുടെ സമയം മാറ്റിവെച്ച് എത്തിയ എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് സന്തോഷ് ഒളിമ്പസ് ആണ്. അദ്ദേഹം ഒരു ഡീപ് ഇക്കോളജിസ്റ്റ് ആണ്, ഇക്കോസഫർ എന്നൊക്കെ പറയാം. അതായത് നിങ്ങൾക്ക് ആ വാക്ക് പുതിയതാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് പറയുകയാണെങ്കിലും
പ്രകൃതി എന്താണെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വിശദീകരണവും നൽകാൻ, അത് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല പിന്നെ കാവ്യാത്മകമായിട്ടാണെങ്കിൽ അങ്ങനെ, ഫിലോസഫിക്കൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഒക്കെ കീറി മുറിച്ച് നിങ്ങൾക്ക് അതിനെ പഠിക്കാനായിട്ട് അവസരം തരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 52 വർഷം, അതായത് 42 വർഷത്തോളായിട്ട്, അദ്ദേഹത്തിന് ഇപ്പൊ 52 വയസ്സാകുന്ന, 42 വർഷത്തോളായി ഇത് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ അവസരമാണിത്. ഈ പ്രകൃതി അല്ലെങ്കിൽ ജീവിതം എന്നതിനെ കുറിച്ച് എന്ത് നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചുരുക്കി പറയുന്നത്. ബാക്കി അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അപ്പോ സെഷൻ അവതരണത്തിലേക്കായിട്ട് ഏട്ടനെ ക്ഷണിക്കുകയാണ്. ഏട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മുഖമുള്ളവരെ, വല്ലാതെ പ്രേമുള്ള മുഖമില്ലാത്തവരെ, എല്ലാവർക്കും സന്തോഷം, സ്വാഗതം. നമ്മുടെ ആ പരിപാടിയുടെ ആ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, വിരൽത്തുമ്പത്ത് വിവരം ലഭിക്കുന്ന സാങ്കേതിക കാലത്ത്. അങ്ങനെ വിരൽത്തുമ്പത്ത് വിവരം ലഭിക്കുന്നതായതുകൊണ്ട് നമുക്ക് മറഞ്ഞിരുന്ന് കാണാനും കേൾക്കാനും കഴിയും. മറവിലിരുന്ന് കാണാനും കേൾക്കാനുമാണ് നമുക്ക് താല്പര്യം. കാരണം നമുക്ക് കിട്ടേണ്ടത് വിവരമാണല്ലോ. വിവരം എന്ന് വെച്ചാൽ എന്താ? ഇൻഫർമേഷൻ. ഏത് കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് വിവരം എന്ന് പറയുന്നത്. നിനക്ക് വിവരം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് വെച്ചാൽ ആർ യു അപ്ഡേറ്റഡ് വിത്ത് ദ ഡേറ്റ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നമുക്ക് വിവരം എല്ലായിടത്തും അവൈലബിൾ ആണ്. എന്തിനെ കുറിച്ച് ചോദിക്കണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പുതിയ രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ChatGPT ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് മറ്റൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വിവരം അങ്ങോട്ട് കിട്ടും. പിന്നെന്തിനാ ഗുരുക്കന്മാരൊക്കെ എന്ന് വളരെ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഒരുപാട് പേരെ കണ്ടപ്പോ ഒന്ന് പറയാൻ തോന്നിയ കാര്യമാണ് എന്താണ് ഈ ഗുരുത്വം എന്നുള്ളത്. എന്താണെങ്കിലും ഒളിമ്പസിന്റെ വഴി വരുന്ന ഒരുപാട് പേർക്ക് ഈ ഗുരുത്വം എന്നുള്ള പദം കേട്ട് നല്ല പരിചയം കാണും. ഗുരുവിനെയും ഗുരുത്വത്തെയും കേട്ട് പരിചയമുണ്ടാവും. ഇത് പറയാൻ എനിക്കുള്ള യോഗ്യത എന്താണെന്നറിയും. ഞാനൊരു മഹാഗുരുവിന്റെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ശിഷ്യനാണ്. ഗുരു മണിയേട്ടന്റെ, സദ്ഗുരു, ഒരു സിദ്ധഗുരുവാണ് അദ്ദേഹം. സദ്ഗുരു മണിയേട്ടൻ, ചിറ്റൂര് വിളയോടിയുള്ള മണിയേട്ടന്റെ. അദ്ദേഹം കഴിഞ്ഞ വർഷം സമാധിയായി. എന്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ ചെന്ന് വീഴാ. ഞാൻ കാൽക്കൽ വീണു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ എത്തി. അന്ന് എല്ലാവർക്കും എന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കുന്ന അദ്ദേഹം എനിക്കൊരു മറുപടിയും തരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ അകത്തേക്ക് നോക്കിടാന്ന്. ഇതെന്ത് ഗുരുവാന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾ എന്ത് ഗുരുവാന്ന് ചോദിച്ചു. ഇതെന്തൊരു ഗുരു? ചോദിച്ച മറുപടി തരുന്ന, വെളിച്ചം കാണിച്ചു തരുന്ന, അറിവ് പകർന്നു തരുന്ന ആളല്ലേ ഗുരു. അതിന് തരുന്ന ഈ പറഞ്ഞു തരുന്ന ആൾക്ക് അതിനുള്ള അറിവുണ്ടാകണ്ടടാ എന്നാണ് പുള്ളി ചോദിച്ചത്. പിന്നെന്തിനാ ഗുരു? നീ ഏത് വഴിക്ക് പോണെന്ന് പറഞ്ഞു തരലാണ് എന്റെ പണിയെന്ന്. അന്ന് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോ നീണ്ട 38 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നെ അദ്ദേഹം എവിടെയാണ് എത്തിച്ചതെന്ന്. അദ്ദേഹത്തിനോടുള്ള ആ ബന്ധം അറിഞ്ഞ ആ ഒരു അവസ്ഥ വെച്ചിട്ട് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് അധികം സംസാരിക്കാനില്ല, ഞാൻ ഇതിന്റെ ശാസ്ത്രീയതയിലേക്കൊന്നും കയറുന്നില്ല. തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം, അതായിരിക്കും നല്ലത്. പക്ഷെ അതിനു മുമ്പ് എന്ത് ഇന്ററാക്ട് ചെയ്യണമെന്ന് പറയണമല്ലോ. അതിനുവേണ്ടി ഞാൻ ചിലത് പറയുന്നു എന്ന് മാത്രം. ഈ ഗുരു എന്നുള്ള ആ ഒരു പദത്തിന് വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നത്, ഇരുട്ടിനെ നീക്കുന്നത് എന്താണോ വെളിച്ചം, ആ വെളിച്ചമാണ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ വെളിച്ചമായിട്ട് വരുന്നത് എന്താണ്? അറിവ്. അതിപ്പോ നമുക്ക് പുസ്തകത്തിൽ നോക്കിയാൽ അറിവ് കിട്ടും, ഗൂഗിളിൽ തപ്പിയാൽ അറിവ് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന അറിവ് നമുക്ക് ഈ ഏത് കാര്യത്തെക്കുറിച്ചും തെറ്റായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഗൂഗിളിൽ നിന്ന് കിട്ടും, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും, നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷനാണ് അറിവെങ്കിൽ അത് തെറ്റാണെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലെ? അവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോ അങ്ങനെ അറിവ് തരുന്ന ആളാണോ ഗുരു? അല്ല, അങ്ങനെയല്ല. ഗുരു എന്നുള്ളതിന് ആ ഒരു പദത്തിന് ഒരു മഹനീയത നമ്മൾ കാലങ്ങളായിട്ട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരുപക്ഷെ ആ പദമൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് ഇതുപോലെ ഗൂഗിൾ വന്നിട്ട് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സോഴ്സിനെയൊക്കെ മാറ്റി മറിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഏതായാലും ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് അനുഭവിക്കുന്നത്.
നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റി പലതിനെയും മനസ്സിലാക്കുന്നു എന്നുള്ള, ശാസ്ത്രത്തെ തെറ്റി മനസ്സിലാക്കുന്നു, ലോകത്തെ തെറ്റി മനസ്സിലാക്കുന്നു, ആരോഗ്യത്തെ തെറ്റി മനസ്സിലാക്കുന്നു, ജീവിതത്തെ തെറ്റി മനസ്സിലാക്കുന്നു. നമ്മൾ തെറ്റുകളുടെ ഒരു ഘോഷയാത്രയിലാണ് ജീവിക്കുന്നത്. ഇത് നമുക്കറിയാം. അറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. എന്തോരം മാറ്റം ആവശ്യമുണ്ടെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കത് അറിയാം, എന്നിട്ടും നമ്മൾ അതിനകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ അതിനാൽ വിലയം ചെയ്യപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. വ്യവഹാരങ്ങൾ, പണത്തിന്റെ പുറകെയുള്ള ഓട്ടം, സ്വസ്ഥതയില്ലായ്കയുടെ അവസ്ഥകൾ, ആരോഗ്യക്കുറവ്, മനസ്സമാധാനക്കേട്, പ്രശ്നങ്ങൾ മൊത്തം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പോകും. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറാൻ നമുക്കറിയാം. അറിവുണ്ടെങ്കിൽ മാറാം. അറിവിന് യാതൊരു കുറവില്ല. അറിവിന്റെ സാഗരമാണ് ചുറ്റും, എല്ലായിടത്തും അറിവുകളാണ്. എന്നിട്ടും എന്തേ? അപ്പൊ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവണം. അപ്പൊ നമുക്ക് കിട്ടുന്ന അറിവുകൾ ശരിയായ അറിവല്ല എന്നുള്ളത്. അപ്പൊ ആ ശരിയായ അറിവ് പകർന്നു തരുന്നവരാണ് ഗുരു എന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ശരിയായ അറിവ് പകർന്നു തരുന്നവൻ ഗുരു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗുരുക്കന്മാരെ നിങ്ങൾ ആരും കാണാതെ ഉണ്ടാവില്ല അല്ലെ? ലോകം മുഴുവൻ നിങ്ങൾക്ക് ഗുരുക്കന്മാരെ കാണാം. ഇപ്പൊ ഗൂഗിൾ ഗുരു തന്നെ അല്ല പറയുന്നത്. നിങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ടുള്ളവരാണ്, യൂണിവേഴ്സിറ്റി പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരെ ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ PSP പ്രാക്ടീസ് ചെയ്യുന്ന പലരും 3 ഗുരുക്കന്മാരെ വിളിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, 3 ഗുരുക്കന്മാരെ ആരെങ്കിലൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഈ എങ്ങനെയായി 3 ഗുരുക്കന്മാരെ നമ്മൾ കാണുക? സ്കൂളിൽ പഠിപ്പിച്ചവര്, കളരി പഠിപ്പിച്ചവര്, ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിച്ചവര്. പക്ഷെ നമ്മള് പഠിപ്പിച്ചവരൊക്കെ ആശന്മാരാണ്, ഗുരുക്കന്മാരാണ്. അപ്പോ നമ്മൾ അവരെയാണ് ഗുരുക്കന്മാരായിട്ട് കാണുക. ശരിയാ, നല്ലതാ. അവര് തന്നെയല്ലേ നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ആ അറിവില്ലായ്ക പകർന്നു തന്നത്? നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണല്ലോ ആരോഗ്യം എന്താണെന്നുള്ളത്. അതവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്തു വേണം എന്ന് അവർ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ആരാണ് എന്ന് അവർ പറഞ്ഞു തന്നു? ഇല്ലല്ലോ. അവർ പറഞ്ഞത് എന്താണ്? കണക്ക് പറഞ്ഞു തന്നു, സാഹിത്യം പറഞ്ഞു തന്നു, ചരിത്രം പറഞ്ഞു തന്നു. എവിടെന്ന് പറഞ്ഞു തന്നു? പുസ്തകത്തിൽ പറഞ്ഞു തന്നു. അവിടെ എഴുതി വെച്ചത് അവർ നിങ്ങൾക്ക് പകർന്നു തന്നു. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്തതുകൊണ്ട് അവരത് വായിച്ച് പരിഭാഷപ്പെടുത്തി പറഞ്ഞു തന്നു. നല്ലത്. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം. നമ്മളെ ഇന്നത്തെ നമ്മളാക്കിയ അവരോട് നമുക്ക് കൃതജ്ഞത ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ അവർക്ക് നിങ്ങളെ കാണിച്ചു തരാൻ കഴിഞ്ഞോ? നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങളുടെ സ്വത്വം എന്താണ്, നിങ്ങളുടെ ഉണ്മ എന്താണ് എന്ന് കാണിച്ചു തരാൻ അവർക്ക് കഴിഞ്ഞോ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ അവർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമില്ലേ? എന്തോ ഒരു ചെറിയ പ്രശ്നമില്ലേ? നമ്മളിപ്പോ ലോകം മുഴുവൻ വിവിധങ്ങളായ അവസ്ഥയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ? ലോകം മുഴുവൻ ഇങ്ങനെ നിറവുകളാണ്, പലതരം നിറവുകളാണ്. അപ്പൊ ആ നിറവുകളെല്ലാം ഇങ്ങനെ ഈ രൂപത്തിലാക്കി തീർന്നത് പലതരം വിദ്യകൾ കൊണ്ടാണ്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു, പിന്നെ പലതരം വിദ്യകൾ, എന്തൊക്കെയോ വിദ്യകൾ കൊണ്ട് ഇവിടെ ഇതെല്ലാം ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാൻ നമ്മളെ പഠിപ്പിക്കും. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട്, വാഹനം ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട്, പണം ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇതിലെ പലതും നമ്മൾ പഠിച്ചത് എങ്ങനെയാ വെച്ചാൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മുമ്പിൽ കാണുന്ന സാധനത്തിൽ തൊട്ടിട്ട് അങ്ങോട്ടേക്ക് നീക്കിയാലും ഇങ്ങോട്ട് നീക്കിയാലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് നോളജ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ആദ്യം 1ാം ക്ലാസ്സിലെ പറയും പഠിപ്പിച്ചു തന്ന മാഷ് മുതൽ നമ്മളെ പഠിപ്പിച്ചു വന്നതാണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പകർന്നു തന്നവരെല്ലാരും ഗുരുക്കന്മാരാണ്. പക്ഷെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് അത് കിട്ടുക? അങ്ങനെ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഉള്ള വഴികൾ എല്ലാ നാട്ടിലും, എന്നുവെച്ചാൽ ഭാരതത്തിൽ പലപ്പോഴും ഭാരതത്തെ ഭയങ്കര ഉദാത്തമായിട്ടുള്ള സ്ഥലമാണ് ഭാരതം, മറ്റു രാജ്യങ്ങളൊന്നും ഒന്നുമല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനം നമ്മൾ പലയിടത്തും കാണാറുണ്ട്. എല്ലാ നാടിനും അവിടുത്തെ തനത് സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളിലെല്ലാം തന്നെ അതാത് സ്ഥലത്തെ ആ പ്രാദേശിക അവസ്ഥയ്ക്കനുസരിച്ചുള്ള അറിവുകളും തിരിച്ചറിവുകളും നാട്ടറിവുകളും ആ നാട്ടറിവുകൾക്കനുസരിച്ചുള്ള ജീവിത പ്രമാണങ്ങളും ജീവിത ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട്. അതിനെ അധിനിവേശം ചെയ്ത് നശിപ്പിച്ചവർ അതിനെ നശിപ്പിച്ചു പോയിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലായിടത്തും അതുണ്ട്. ഈ അറിവുകളെ നമ്മൾ അറിയാനുള്ള വഴിയായിരുന്നു ഗുരുകുലങ്ങൾ. ഓരോ നാട്ടിലും ഉണ്ടായിരുന്നു അല്ലെ?
നമ്മുടെ ഏത് ചരിത്രം എടുത്താലും, നിങ്ങൾ ഏതെങ്കിലും പഴയ കാലത്തെ ഏതെങ്കിലും ചരിത്രം ഒരു സിനിമയുടെ രൂപത്തിൽ എടുത്താൽ അതിൽ ഏതെങ്കിലും ഒരു ഗുരു കാണും. ആ ഗുരു അവിടുത്തെ ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നത് കാണാം, അദ്ദേഹം ഗൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഏത് കഥ എടുത്താലും ശരി, ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ സ്റ്റോറീസ് എടുത്താലും ശരി, റഷ്യൻ എടുത്താലും ശരി, ഏത് സംവിധാനത്തെ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനെ മുഴുവൻ തകിടം മറിച്ചിട്ട് ഇവരുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്, ആരുടെ സായിപ്പിന്റെ അല്ലെങ്കിൽ ലോകം ഭരിക്കുന്നവന്റെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി പണിയെടുക്കാനുള്ള ക്ലർക്കുകളെ ഉണ്ടാക്കിയ ഒരു അവസ്ഥ കഥയുണ്ട്. ആ കഥയായിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ ഒരു പ്രഭാത സത്സംഗത്തിൽ വരുന്ന പല ഡോക്ടർമാരുണ്ടല്ലോ, അതില് ചില ഡോക്ടർമാർ സർക്കാർ ഡോക്ടർമാരാണ്. അവരുടെ പ്രധാന പണി എന്ന് പറയുന്നത് ക്ലറിക്കൽ ജോബുകളാണ്. സർക്കാർ ജോലി ആയതുകൊണ്ട് ക്ലറിക്കൽ ജോബാണ് അവർ ചെയ്യുന്നത്. രോഗികളെ ചികിത്സിക്കുക എന്നുള്ളത് അവർക്ക് ഒരു പർട്ടിക്കുലർ ടൈം മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം മാനേജ്മെന്റ് ആണ്, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പ്രോഗ്രാം കോർഡിനേഷൻ. അപ്പോ ഈ വക കാര്യങ്ങളിലേക്ക് അവനെ ലീസ് ചെയ്യാനുള്ള, ഡെപ്യൂട്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാക്കിയിട്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ധർമ്മം എന്ത് എന്നത് അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുവാനാണ് ഈ ആധുനിക വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അതിന് പണിയെടുക്കാനുള്ള ആളുകളെ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുന്ന ഗുരുകുലങ്ങളിൽ നിന്നും നിങ്ങളെ പറിച്ചെടുത്ത് മാറ്റി സ്കൂളിൽ കൊണ്ടുവിട്ടു. ആ സ്കൂളിൽ നിന്നും നിങ്ങൾ അക്ഷരം പഠിച്ചു. അവിടെ മുതൽ പലതും പഠിക്കുകയാണ്. തിരിച്ചും മറിച്ചും തിരിച്ചും പഠിച്ച് നിങ്ങൾ ആരാണെന്ന് അറിയാനുള്ള യാതൊരു വഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ആത്യന്തികമായിട്ട് നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യണം എന്ന് അറിയണ്ടേ? അതറിയാമോ? യാദൃശ്ചികമായിട്ട് അറിഞ്ഞ ചില ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം എന്നുള്ള മറുപടി ഇവിടെ നിന്ന് വരും. ഇതൊരു പൊതുവേദിയിൽ ഇരുന്ന് ചോദിച്ചാൽ ഉണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ അറിയില്ല, നമ്മുടെ സ്വത്വത്തെ അറിയില്ല. ഇങ്ങനെ അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കിത് അറിയാതെ പോകുന്നത്? അത് ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഇല്ലേ? നമ്മുടെ ഇപ്പോ ഒരു കയ്യിലൊരു മുറിവ് വന്നാൽ ഈ മുറിവ് മാറ്റാനുള്ള വിദ്യ വെളിയിൽ നിന്നും കൊടുക്കേണ്ടതാണ് എന്ന് ആരാണ് പഠിപ്പിച്ചത്? വെളിയിൽ നിന്നും കൊടുക്കേണ്ട മരുന്ന് ഉണ്ടാക്കിയവനാണ് പഠിപ്പിച്ചത്. വെളിയിൽ നിന്നും കൊടുക്കേണ്ട മരുന്നാണ് എന്ന് ആ മരുന്നുണ്ടാക്കിയവൻ പഠിപ്പിച്ചത് കൊണ്ടാണ് വെളിയിൽ നിന്നും കൊടുക്കേണ്ടതാണ് ചികിത്സ എന്ന് മനസ്സിലാക്കിയത്. ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ സഹായിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വൈദ്യന്മാരുണ്ടായിരുന്നു, ശരിയാ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്കറിയാമായിരുന്നു, നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർക്ക് അറിയാമായിരുന്നു നാം എന്ത് ചെയ്യണമെന്ന്. നാട്ടറിവിന്റെ രൂപത്തിൽ നമുക്കറിയാമായിരുന്നു. മുത്തശ്ശിമാർക്ക് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താണത്? അതിന്റെ പേരാണ് സഹജാവബോധം. നമ്മുടെ അകത്തുള്ള ആ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. പട്ടിക്ക് വയറിന് ചെറിയ പ്രശ്നം വന്നാൽ പോയി പുല്ല് തിന്നെന്ന് കണ്ടിട്ടില്ലേ? നിങ്ങൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നവരാണെങ്കിൽ, മറ്റേ കണ്ണും മുക്കും ഇല്ലാതെ കണ്ട ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. സാധാരണ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ വിളിക്കുമ്പോൾ നമ്മൾ പറയും, ഇന്ന് എനിക്കൊന്നും വേണ്ട, വയറിന് അത്ര സുഖം പോരാ, വയറിന് അസുഖമാണെന്നല്ല, സുഖം പോരാ, അതുകൊണ്ട് ഇന്ന് വേണ്ട എന്ന് പറയും. അത് വേണ്ടാതെ വെച്ചാൽ മതി, പിറ്റേ ദിവസം രാവിലെ ക്ലിയർ ആയിക്കോളും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ആരാണ് ഈ കൽപ്പിക്കുന്നത്? ഇതിങ്ങനെ മതിയെന്ന് ആരാണ് പറയുന്നത്? അതിന്റെ പേരാണ് സഹജാവബോധം എന്നുള്ളത്. ഈ സഹജാവബോധമാണ് നമ്മളെ ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. ആ ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം ആണല്ലോ നമ്മുടെ ധർമ്മം, അല്ലെ? നമ്മൾ ഏത് വഴിക്ക് പോകണം, ഈ വഴിക്ക് പോകണം, അതാണ് എന്റെ ധർമ്മം, ഈ വഴിക്ക് പോകലാണ് എന്റെ ധർമ്മം. ഈ ധർമ്മത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വേണ്ടത്. ഒരു വാഹനം ഓടിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ക്ലിയർ ആയിരിക്കണം. കാരണം മുൻവശത്ത് എന്തുണ്ടെന്ന് നമുക്ക് അറിയണം. മുൻവശത്ത് എന്തുണ്ടെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. മുൻവശത്ത് എന്തുണ്ടെന്ന് അറിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടിലാവും, അല്ലെ? നമുക്ക് എങ്ങോട്ടോ, വലത്തോട്ട് തിരിക്കണോ, ഇടത്തോട്ട് തിരിക്കണോ, നിർത്തണോ, മുമ്പിൽ കൂടെ വല്ലതും കടന്നു പോകണ്ടോ, ഒന്നും നമുക്കറിയില്ല. രാത്രിയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ആ ഓടിച്ചു പോകുന്ന സമയത്ത് മുമ്പിൽ ആ ലൈറ്റ് ചെല്ലുന്ന ഭാഗത്ത് എന്തുണ്ടോ ആ ഭാഗത്തേക്ക് നമ്മൾ റോഡ് കാണുന്ന ഭാഗത്തേക്ക് ഓടിച്ചു കയറ്റും. അവിടെ ചെല്ലുമ്പോൾ ലൈറ്റ് കുറച്ചുകൂടെ അപ്പുറത്ത് തെളിയും, അത് അങ്ങോട്ടേക്ക് ഓടിച്ചു കയറ്റും. ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് മുൻപിൽ എങ്ങോട്ട് പോകണം എന്നുള്ള ചോദന അത് ഓടിക്കുന്നവന്റെ തലയിലുണ്ടാവും. കാരണം മുൻവശത്തുള്ളത് കാണുന്നുണ്ട്, ക്ലിയർ ആണ്, ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഓടിച്ചു പോകാൻ പറ്റും. അവിടെ നമ്മളൊരു ചുങ്കം വെച്ചാലോ, ചുങ്കം എന്ന് വെച്ചാൽ അറിയില്ലേ, കപ്പം
മുൻപിലുള്ള കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ എനിക്ക് കുറച്ച് തുക തരണം എന്ന രീതിയിലൊരു അവസ്ഥ വെച്ചാലോ. അവിടെ ഒരു മുൻപിൽ സ്ക്രീനിൽ മറ്റേ ഗ്ലാസിന് പകരം ഒരു സ്ക്രീൻ വെക്കുന്നു, സ്ക്രീനിന് അപ്പുറത്ത് ക്യാമറ സ്ക്രീനും വെക്കുന്നു, ഇതിന്റെ ഇടയിൽ ഒരു മോഡുലേറ്റർ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രോളർ വെക്കുന്നു. നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല. പൊതുനിരത്ത്, നമ്മുടെ നാട്ടിൽ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു നിരത്ത്, ആ നിരത്തിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ കപ്പം കെട്ടണം. അറിയാലോ, ടോള് കെട്ടണം എന്ന് പറയുന്നൊരവസ്ഥ. കാരണം ഈ ടോള് കിട്ടുമ്പോഴാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അവരുണ്ടാക്കിയ കാശ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനുഷ്യാധ്വാനത്തിൽ കാച്ചിക്കുറുക്കിയ ഒരു രൂപം, ആ രൂപം അവരുടെ കയ്യിലേക്ക് എത്തുക. അത് എത്തിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണിത്. അതിലൂടെ എന്താവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹജമായ അറിവ് ഇല്ലാതെയാവുന്നു. അറിവെന്ത് എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്താണെന്ന് പിന്നീട് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ചോദ്യം വരികയെങ്കിൽ പറയാമെന്ന് മാത്രം വെച്ചുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്, അറിവിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. മുമ്പോട്ട് എങ്ങോട്ട് പോകണം എന്നറിയില്ല. അറിയാതെയാകുമ്പോൾ സഹജമായിട്ടും അവർ പറയുന്ന അറിവിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞു തന്ന അറിവല്ല. കാരണം മുത്തശ്ശിക്ക് വിദ്യാഭ്യാസമില്ല, മുത്തശ്ശി സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് മുത്തശ്ശിക്ക് അറിയില്ല. അറിയുന്നത് ആർക്കാ? ഒരുപാട് ബിരുദമുള്ള, വെള്ളക്കോളറുള്ള ഷർട്ട് ഇട്ട, രാവിലെ അലക്കി തേച്ച ഉടുപ്പുമിട്ടിട്ട് വന്ന മാഷ് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തരുന്ന അറിവാണ് അറിവ്. ഈ അറിവാണ് അറിവ്, അതുമാത്രമാണ് അറിവ്. അതല്ലാത്ത അറിവെല്ലാം തന്നെ വെറും ഭോഷ്കാണ്, അതിലൊന്നും കാര്യമില്ല എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് നമ്മൾ സ്കൂളിൽ പോയി പലതും പഠിച്ച് എന്തുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് അറിയില്ല എന്നുള്ള അവസ്ഥയായി. അസുഖം വരുമ്പോൾ നമ്മൾ അടുത്ത ഡോക്ടറെ എടുത്തു, കാരണം ഡോക്ടർക്കാണല്ലോ ഇതിനെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ ശരീരത്തിലെ സഹജമായ ബോധം നിങ്ങൾക്ക് അപ്പീടാൻ തോന്നുകയാണെങ്കിൽ അത് ആർക്കാ തോന്നുക? നിങ്ങൾക്കാ തോന്നുക, ഡോക്ടർക്കല്ല. നിങ്ങളുടെ മുഖത്തൊരു കുരു വന്നിട്ടെങ്കിൽ ആ കുരുവിന്റെ വേദന നിങ്ങൾക്കാണ് അനുഭവമാവുക. നിങ്ങൾക്ക് ദഹനക്കേട് തോന്നിയാൽ ദഹിക്കാതെ കിടക്കുന്ന ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇനി ഭക്ഷണം വേണ്ട എന്ന് നാക്കിനെ മടുപ്പിക്കുന്ന ഒരവസ്ഥ തോന്നുന്നത് നിങ്ങൾക്കാണ്, ഡോക്ടർക്കല്ല. അതിനെ ശ്രദ്ധിക്കാൻ മുത്തശ്ശി പറഞ്ഞു തരുമായിരുന്നു. അതല്ല, അവിടേക്ക് വേണം പോകാൻ എന്ന് ആരാണ് പഠിപ്പിച്ചത്? സ്കൂളിൽ നിന്നാണ്. ഈ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അറിവിനെ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ അറിവിന്റെ ഉറവിടം മറ്റെവിടെയോ ആണെന്നും നമ്മളിലല്ല എന്നും പറഞ്ഞു തന്നവര് നമ്മളെ അറിവിന്റെ ലോകത്തുനിന്ന് പിടിച്ചു മാറ്റി. അതുവരെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാ? നമ്മുടെ അകത്തുണ്ട്. അതിന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നല്ല തുടച്ച് വൃത്തിയാക്കി വെക്കാനുള്ള ഒരു വിദ്യയുണ്ട്. ഈ അറിവിനെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന, ഗ്ലാസ് തുടച്ച് വൃത്തിയാക്കുന്ന പോലെ വൃത്തിയാക്കി വെക്കുന്ന ഒരു വിദ്യയുണ്ട്. ആ വിദ്യ നമുക്ക് ഗുരുകുലങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഗുരുകുലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള വിദ്യ കിട്ടും. ഗുരുകുലങ്ങളിൽ പോകുന്നതിന് മുമ്പോ, ഗുരുകുലം 3ാമത്തെ സ്കൂളാ. 1ാമത്തെ സ്കൂള് 3ാമത്തെ അല്ല 4ാമത്തെ, ഗുരുകുലം 4ാമത്തെ സ്കൂളാണ്. 1ാമത്തെ സ്കൂള് അമ്മയാണ് ആദ്യത്തെ അധ്യാപകൻ. 2ാമത്തെ അധ്യാപകൻ അച്ഛനാണ്. 3ാമത്തെ അധ്യാപകൻ അയൽക്കാരനാണ്. ഈ അയൽക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ വേലിയുടെ അപ്പുറത്ത് കാണുന്ന വീട്ടിൽ കാണുന്ന ആളല്ല കേട്ടോ അയൽക്കാരൻ. അച്ഛനും അമ്മയും അല്ലാത്തവർ അയൽക്കാർ, അങ്ങനെ കണക്കാക്കിയാൽ മതി. അവരയൽക്കാരാണ്. 4ാമത്തെ ഗുരുവാണ് ഇനി ഏത് വഴി പോകണമെന്ന് പറഞ്ഞു തരുന്ന അടുത്ത ആൾ. അച്ഛനും അമ്മയും ചെയ്തു തരുന്ന കാര്യങ്ങൾ, അമ്മ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് കുഞ്ഞിന്റെ പാഠം. അമ്മ ഒരു ജീവിയോട് കരുണയോടെ ഇടപെട്ടാൽ കുഞ്ഞിനെ മനസ്സിലാകും ജീവികൾ കരുണയോടെ ഇടപെടേണ്ടതാണെന്ന്. ജീവ കണ്ട പോ പട്ടി എന്ന് പറയുന്ന അമ്മയുടെ ഒരു കുഞ്ഞിന് പട്ടിയും പൂച്ചയും കാണുമ്പോ പോ എന്ന് പറയാനേ കഴിയുള്ളൂ. ഒരു ധർമ്മക്കാരൻ വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല, നിന്നോട് ആരെ ഈ സമയത്ത് കയറി വരാൻ പറഞ്ഞത് പോ എന്ന് ഒരു അമ്മ പറഞ്ഞാൽ അത് കണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞ് ആ ധർമ്മക്കാരനെ കാണുമ്പോൾ എങ്ങനെയാണ് ഇടപെടുക? അതിൽ വിപുലമായ വേറൊരു കാര്യമുണ്ട്. സ്വന്തം അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അവരോട് പുച്ഛത്തോടെ ഗർവോടെ പെരുമാറുന്ന ഒരാൾ, നിന്ദ്യതയോടെ പെരുമാറുന്ന ഒരാൾ, അയാൾ മക്കളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? മക്കളിലേക്ക് എന്താണ് പകർന്നു കൊടുക്കുന്നത്? എങ്ങനെയാണ് അപ്പനോട് പഴയൊരു കഥയുണ്ടല്ലോ, മറ്റേ എന്താണ് പ്ലേറ്റ് മാറ്റി വെച്ച മറ്റേ മുത്തശ്ശിക്ക് പഴയൊരു പ്ലേറ്റിലാണ് വീട്ടുകാർ കഞ്ഞി കൊടുത്തിരുന്നത്. അപ്പൊ മുത്തശ്ശി മരിച്ചു പോയപ്പോ ഈ കുട്ടി എന്താ വെച്ചാൽ ആ പ്ലേറ്റ് കൊണ്ടുപോയി നല്ലപോലെ കഴുകി വെച്ച്, പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പ്ലേറ്റ്, അലുമിനിയത്തിന്റെ വക്കൊക്കെ പൊളിഞ്ഞ ഒരു പ്ലേറ്റ്. അപ്പൊ മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞ് ഈ സാധനത്തിനെ കൊണ്ട് നല്ലപോലെ കഴുകി അലമാരയിൽ എടുത്തു വെച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തിനാ മോനെ അല്ലെങ്കിൽ എന്തിനാ മോളെ നീ അത് ഇങ്ങനെ എടുത്തു വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ അച്ഛന് വയസ്സാവില്ല, അപ്പൊ തരാനാണെന്ന്. ഇതൊരു കഥയാണ്, പക്ഷെ അതിനകത്തെ സന്ദേശം എടുത്താൽ മതി.
അപ്പൊ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഏലിയനേറ്റഡ് ആയിട്ട് നമ്മൾ അന്യവൽക്കരണത്തിലൂടെ ജീവിച്ചു പോകേണ്ടത് എന്നുള്ളത് കുഞ്ഞിന് പകർന്നു കൊടുക്കണം. എന്നിട്ട് കുഞ്ഞു ഭാവിയിൽ ഇങ്ങനെ ആകുന്നു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. അപ്പോ നമുക്ക് ഈ സ്കൂളിൽ പോയപ്പോൾ നഷ്ടപ്പെട്ടത് എന്താണ്? സ്വാഭാവികമായ സഹജമായ ചോദനയെ തിരിച്ചറിയാനുള്ള വഴിയാണ്. ഈ സഹജമായ ചോദനയെ തിരിച്ചറിയാനുള്ള വഴി സഹജമായ കരുണയുണ്ടാകുന്നത്, സഹജമായ സ്നേഹം ഉണ്ടാകുന്നത്, സഹജമായി പ്രണയം ഉണ്ടാകുന്നത്, സഹജമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്നത്, സഹജമായ ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുന്നത്, അവന് വേണ്ടുന്ന ഭക്ഷണത്തെ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കാണിച്ചു കൊടുക്കേണ്ടത് ആദ്യത്തെ ഗുരുവാണ്, അമ്മയാണ്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളത് അച്ഛൻ ചെയ്യും. അച്ഛനും അപ്പുറത്ത് ബാക്കി ചെയ്യേണ്ടത് അയൽക്കാരനാണ്. അതുകൊണ്ട് നമ്മൾ ഇക്കോ വില്ലേജിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും അച്ഛനമ്മമാരാണ് പറഞ്ഞത്. ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇവിടെയുള്ള ഓരോ കുഞ്ഞിന്റെ കാര്യത്തിലും ഇവിടെ സ്റ്റെപ്പിൻ ചെയ്ത ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിത്തീർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുരുവിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗുരുവാരാണ്. അപ്പൊ നമ്മൾ ഈ സഹജമായ അവസ്ഥയിൽ നിന്നും നമ്മളെ ദൂരത്തേക്ക് മാറ്റിക്കൊണ്ടുപോയ വിദ്യ ഉണ്ടല്ലോ, അത് എന്തിൽ നിന്നാണ് മാറ്റുന്നത്? സഹജമായ വാസന നമ്മൾ ഏതിലൂടെ കൊണ്ടുപോകുന്നത്? നമ്മൾ എന്താണോ ചെയ്യേണ്ടുന്നത് ആ വഴിയിലേക്ക്. എനിക്ക് മുള്ളാൻ തോന്നിയാൽ മുള്ളണം എന്നുള്ള തീരുമാനം എന്നിലേക്ക് കൊണ്ടുവരുന്നത് സഹജവാസനയാണ്. ഇത് ക്ലാസ് റൂമാണ്. ഇപ്പോൾ മുള്ളാൻ പറ്റില്ല. മുള്ളേണ്ടത് മറ്റേ ഇന്റർവെല്ലിന്റെ സമയത്താണ്, അതും ബാക്കി എല്ലാവരും പോയതിനു ശേഷമാണ് എന്ന് പഠിപ്പിച്ചത് സായിപ്പാണ്. അപ്പൊ നമുക്ക് സഹജമായി ഉണ്ടാകുന്ന ചോദനയെ അടച്ചു വെക്കാൻ അറിവ് പഠിപ്പിച്ചു. സഹജമായുള്ള ചോദനയാണ് നോക്കേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ ഗുരുവാണ്. സഹജമായ ചോദന എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ നയിക്കുന്ന, നമ്മുടെ ധർമ്മത്തിലേക്ക് നയിക്കുന്ന സംഭവം. അതിലേക്ക് നയിക്കുന്നതാരും അയാളാണ് ഗുരു. വേറൊരു വഴി പറഞ്ഞു തരാം, അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഗുരുത്വം എന്നുള്ള പദം നല്ലപോലെ കേട്ടിട്ടുണ്ടാവും. ഗുരുത്വാകർഷണം. ഈ ഇരിക്കണ ഇരിപ്പിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ചരിഞ്ഞു പോയാൽ മറിഞ്ഞ് താഴെ കിടക്കും. കാരണം ഗുരുത്വാകർഷണം. താഴെ നിന്ന് ഇങ്ങോട്ട് ഒരു തരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങളിങ്ങനെ വലിക്കുന്നുണ്ട് അല്ലെ? ആ വലിവിൽ നിങ്ങൾ മണ്ണിലേക്ക് വീഴും. ആ വലിവുണ്ടല്ലോ, ഒരു കല്ലിൽ കയറ് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കഴിയുമ്പോൾ കല്ലിന് വെളിയിൽ തെറിച്ചു പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. പകരം ആ കയറിന് കല്ലിനെ വലിച്ചകത്തേക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ചലിക്കുന്ന സാധനത്തിന് തെറിച്ചു പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അതിനെ കറങ്ങുന്ന സമയത്ത് വെള്ളം തെറിച്ചു പോകുന്നത്. പക്ഷെ അതിനെ ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു നിർത്താനുള്ള ഒരു ശേഷി ഉള്ളത് കൊണ്ടാണ് ആ വാഷിംഗ് മെഷീൻ അവിടെ റെഗുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ കല്ലും കയറും കൂടെ ചേർന്ന മെക്കാനിസം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് കല്ലിനെ പിടിച്ചു നിർത്തുന്ന ഉള്ളിലേക്കുള്ള വലിവാണ്. ആ ഉള്ളിലേക്കുള്ള വലിവ് തന്നെയല്ലേ ഇത്ര വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് നമ്മൾ തെറിച്ചു പോകാത്തതിന് കാരണം അല്ലേ? ഭൂമി കറങ്ങുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറങ്ങുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ഇങ്ങനെ സൂര്യന്റെ ചന്ദ്രന്റെ ഒക്കെ ചലനം കൊണ്ട് നമ്മൾ അറിയുന്നുണ്ട് അല്ലെ? ആ വേഗത്തിൽ യാത്ര ചെയ്തിട്ടും നമുക്ക് ഒരു മിനിറ്റ്, ദർശനം ഒന്ന് ഇവിടെ വരും. അപ്പോ ഈ വേഗത്തിൽ നമ്മൾ കറങ്ങിയിട്ടും ഇത് നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? തെറിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? തെറിച്ചു പോകാത്തതിന് കാരണം നമ്മൾ ഉള്ളിലേക്ക് വലിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് വലിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെ മലയാളത്തിൽ പറയുന്ന പേര് ഗുരുത്വാകർഷണം എന്നുള്ളതാണ്. ഗുരുത്വാകർഷണം കൊണ്ട് വലിച്ചു പിടിച്ചിരിക്കുന്നു. നമ്മൾ ഇതുമായി ചേർന്ന് പോകേണ്ടതാണ്. ഞാൻ ഭൂമിയിൽ നിൽക്കേണ്ടതാണ്, ഭൂമിയുമായി ചേർന്ന് പോകേണ്ടതാണ്, ഞാൻ ഇല്ലാതാകേണ്ടതല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. പിള്ളേര് രാവിലെ എഴുന്നേറ്റ് ഞാൻ വല്ലതൊക്കെ ചെയ്ത് കളിക്കാനൊക്കെ പോകുന്നു. എന്റെ മോനൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അവന്റെ സുഹൃത്തുക്കൾ ഒരു 4-5 വീട്ടില് അറ്റൻഡൻസ് തന്ന് നിൽക്കുന്നുണ്ടാവും. രാവിലെ തന്നെ ഇവരെ ഓരോ പുതിയ പരിപാടികൾ ഇടും. ചെയ്യേണ്ട പല പണികളും ചിലപ്പോൾ അവർ സ്കിപ്പ് ചെയ്തു എന്ന് വരും. അപ്പൊ നമ്മൾ ഉടനെ വിളിച്ചിട്ട് അവരോട് മോനോട് പറയും, നീ കൂട്ടുകാരെയും കൂട്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പറയും. അപ്പോ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവും. അവരിടയ്ക്ക് വഴിമാറും. വീണ്ടും നമ്മളെ പിടിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. വീണ്ടും അവർ വഴിമാറും, വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഈ ടയറ് ഉരുട്ടിക്കടിക്കുന്ന പിള്ളേര് വടി കൊണ്ട് എന്താണ് ചെയ്യുക? ടയറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തട്ടി ടയറ് വഴിമാറി പോകുന്ന സമയത്ത് അതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അതിനെ സൈബർനെറ്റിക്സ് എന്നാണ് പറയാ.
വിമാനത്തിന്റെ വഴിമാറുന്ന സ്ഥലത്ത് വിമാനത്തെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള വിമാനത്തിലെ സംവിധാനമാണ് സൈബർനെറ്റിക്സ്. സ്റ്റിയറിംഗ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്, വഴിമാറി പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഈ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആ ഗുരുത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ തെറിച്ചു പോകാതെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനോട് ചേർന്നാണോ നിൽക്കേണ്ടത് അതിനോട് ചേർത്ത് നിർത്തുന്നതാണ് ഗുരുത്വം. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പരത്തിന്റെയോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെയോ കാര്യത്തിൽ ഈ ഗുരുത്വം എന്നുള്ളത് ഓക്കെ. അതേസമയം മറ്റു വ്യവസ്ഥകളുടെ കാര്യത്തിലോ, അതുകൊണ്ടാണ് ഈ ഒളിമ്പസിൽ വ്യവസ്ഥാ നിയമത്തെയൊക്കെ വളരെ ആഴത്തിൽ പഠിക്കേണ്ടി വരുന്നത്. വ്യവസ്ഥാ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജീവിത വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥ, ശരീര വ്യവസ്ഥ, മാനസിക വ്യവസ്ഥയൊക്കെ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പഠിക്കേണ്ടി വരുന്നത് ഈ വ്യവസ്ഥയുടെ ഗുരുത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാണ്. ഗുരുത്വം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എന്താണോ നാം ചെയ്യേണ്ടുന്നത്. ഒരു വ്യവസ്ഥ ഉണ്ടാവുന്നത്, ഞാൻ എന്നുള്ള ഒരു വ്യവസ്ഥയാണ്. ഞാൻ ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയുടെ എന്തോ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും നിർവഹിക്കാൻ വേണ്ടി. എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ വിരലുണ്ടായിട്ടുള്ളത് എന്റെ കൈയുടെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. കൈക്കൊരു ആവശ്യം വരുമ്പോൾ അത് നിർവഹിക്കാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വിരല്. ഈ വിരലിനെയും കയ്യെയും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്റെ ശരീരം ഉണ്ടാകുന്ന കാലത്ത് തന്നെ. ഞാൻ ജനിച്ച് വീഴുമ്പോ തന്നെ എനിക്ക് കുടിക്കാനുള്ള പാലും ആ പാല് തരാനുള്ള മാറിടവും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പ്രകൃതി. അപ്പൊ ഇതൊരു എല്ലാം കൂടെ ചേർന്നിട്ടുള്ള, അതായത് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടുന്നത് അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്രകൃതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരിടത്ത് ചെന്ന് ഇറങ്ങുന്നു, യാത്ര ചെയ്ത് ഒരിടത്ത് ചെന്ന് ഇറങ്ങുന്നു. നമ്മൾ റിസീവ് ചെയ്യാനുള്ള അവിടെ ആള് നമ്മുടെ പേരും ബോർഡും ഒക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ അയാളെ നമ്മളെ കാത്ത് ഒരു പൂച്ചെണ്ടുമായിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ സന്തോഷിക്കും. നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആരുമില്ല നമ്മളെ സ്വീകരിക്കാൻ. നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആധുനിക കാലത്ത് സായിപ്പിന്റെ വിദ്യാഭ്യാസം കിട്ടിയവന്റെ ഒക്കെ ഒരു അവസ്ഥ അതാ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മൾ റിസീവ് ചെയ്യാൻ പാകത്തിൽ, ഞാൻ ജനിച്ചു വന്നപ്പോൾ എന്നെ റിസീവ് ചെയ്യാൻ പാകത്തിൽ പാല് നിറഞ്ഞൊരു മാറിടം എന്നെ കാത്തിരുന്നു എന്ന സത്യം ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് മുഴുവൻ പേർക്കും ഉണ്ടായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെ കാത്ത് അതാത് കാലത്ത് വേണ്ടതെല്ലാം മുമ്പിൽ ഉണ്ടായിക്കോളും. ഒറ്റ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവില്ലേ, ആ അറിവിനെ എടുത്ത് ദൂരേക്ക് കളഞ്ഞ ആ സായിപ്പിന്റെ വിദ്യയെ എടുത്ത് ദൂരെ കളഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും നിങ്ങളെ കാത്തിരുന്ന ആ ആദ്യത്തെ മാറിടം നിങ്ങളെയും കാത്ത് എവിടെയും നിൽക്കും. കാരണം ആ മാറിടത്തിന്റെ അകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഭൂമി എന്ന മഹാഗർഭപാത്രത്തിനകത്താണ് ജീവിക്കുന്നത്. അപ്പോ നിങ്ങളെ അതിനകത്തേക്ക് പിടിച്ചു നിർത്തുന്നത് എന്തോ, നിങ്ങളുടെ അകത്തുള്ള ആ ഒരു ആശയത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത് എന്തോ, അതാണ് ഗുരു എന്ന് പറയുന്നത്. അത് സഹജാവബോധമല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലേ? ആ തോന്നൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങളോട് വിശപ്പായോ എന്ന് ചോദിച്ചാൽ ആ വിശക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ? അതാരാ പഠിപ്പിച്ചത്? സായിപ്പ്. കാരണം 1 മണിക്ക് ചോറുണ്ണാൻ പാകാവൂ, 11:30 മുള്ളാവൂ, ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെ. അത് സായിപ്പ് പഠിപ്പിച്ചു. പക്ഷെ സ്കൂളിൽ നിന്ന് ഇറങ്ങി കുറെ ആയി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് തോന്നുമ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റുന്ന, തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പൊ കഴിക്കണം. അത് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? നിങ്ങളുടെ ചോദനയാണ്. ചോദനയെ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ടൈം ടേബിൾ നോക്കിയിട്ടാണ്, യന്ത്രങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടതെന്ന് അവരാണ് പഠിപ്പിച്ചത്. അതിനു പകരം നിങ്ങളുടെ അകത്തുള്ളതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ സഹജാവബോധമാണ്. അതാണ് കാര്യഗുരു എന്ന് പറയുന്നത്. നിങ്ങളുടെ ധർമ്മത്തിലേക്ക്, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ധർമ്മം. ആ ധർമ്മത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് കാര്യഗുരു എന്ന് പറയുന്നത്. ഈ കാര്യഗുരുവിനേക്ക് നിങ്ങളെ വിരൽ ചൂണ്ടി കാണിക്കുന്നത്, അങ്ങനെ ഒരു ഗുരു ഉണ്ടെന്ന്, നിങ്ങൾക്ക് ഒരു ചോദനയുണ്ടെന്ന്, ആ ചോദനയെ ഊന്നലാണ് ശരി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാരോ, നിങ്ങളുടെ കാര്യഗുരുവിനെ എടുത്ത് കയ്യിലേക്ക് തരുന്നതാരോ, അയാളാണ് കാരണഗുരു എന്ന് പറയുന്നത്. അയാൾക്ക് ചിലപ്പോൾ ഒരു വ്യക്തി രൂപമോ മറ്റെന്തെങ്കിലും രൂപമോ ഒക്കെ കാണാം. പക്ഷെ കാര്യഗുരു എന്ന് പറയുന്നത്, ആ ഒറിജിനൽ ആയിട്ടുള്ള ഗുരു ഉണ്ടല്ലോ, ആ ഒറിജിനൽ ആയിട്ടുള്ള ഗുരു എന്ന് പറയുന്നത് വെളിയിലല്ല, ഒരാളുടെ രൂപത്തിൽ ഇരിക്കുന്നതല്ല, അത് സഹജാവബോധമാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ അകത്തുണ്ട് അത്. നിങ്ങളുടെ അകത്ത് അതും കൂടെ ചേർത്ത് വെച്ചിട്ടാണ്, നിങ്ങളുടെ കൺട്രോളറിനെ അകത്ത് എംബഡ് ചെയ്തിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകൃതി.
കാര്യഗുരു എന്നുള്ളത് അകത്താണ് ഇരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ആ കാര്യഗുരുവിന്റെ സാന്നിധ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കൂ, ഒന്ന് നിവർത്തിരിക്കുക, നട്ടലൊക്കെ നിവർത്തി വയ്ക്കും. എന്നിട്ട് ആ രണ്ട് പുരികങ്ങൾക്കിടയിലെ ഉള്ള ഭാഗമല്ലേ, ആ ഭാഗത്തുകൂടെ മൂക്കിൽ കൂടെ കയറുന്ന വായു അതിലേ ചെന്ന് വളഞ്ഞ് താഴത്തേക്ക് പോകുന്ന ഒരു വളവുണ്ട്. ആ വളവൊന്ന് ശ്രദ്ധിക്കൂ. മൂക്കിൽ കൂടെ കയറിയിട്ട് ആ പുരികത്തിന്റെ അതിലേക്ക് കയറിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ അകത്തേക്ക് ശ്വാസകോശത്തിലേക്ക് ഇങ്ങനെ പോകുന്നത്, അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഈ അകത്തുള്ള ആ ചോദനയാണ്, അകത്തുള്ള ഗുരുവാണ്. അയാളുടെ സാന്നിധ്യത്തിൽ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കണ്ണു തുറന്നോളൂ. അവിടെ അങ്ങനെ ആളുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നേ. ഇനി അയാൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ഓർമ്മ വേണം. അച്ഛൻ വീട്ടിലുണ്ടെന്ന് അറിയുന്ന സമയത്ത് നമ്മൾ കുരുത്തക്കേട് കാണിക്കുന്നത് കുറച്ച് കുറയ്ക്കില്ലേ? അതുപോലെ അവിടെ അയാൾ ഉണ്ടെന്നുള്ള ഓർമ്മയിൽ വേണം ഇനി ഇരിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു തന്നു അവിടെ അയാൾ ഉണ്ടെന്ന്. അപ്പൊ എന്നെ ഗുരുവായിട്ട് കരുതുന്ന കുറച്ചു പേര് ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ ഞാൻ എത്രാമത്തെ ഗുരുവാ? ഞാൻ പറഞ്ഞു ആദ്യം അമ്മ അച്ഛൻ ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ 4 കഴിഞ്ഞ് സഹജാവബോധം എന്നുള്ള സംഭവത്തെ വെച്ച്, സഹജാവബോധം കഴിഞ്ഞിട്ട് അമ്മ വരുന്നത്, അമ്മ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വരുന്നത്, അച്ഛൻ കഴിഞ്ഞിട്ട് അയൽക്കാരൻ വരുന്നത്, അയൽക്കാരൻ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നോക്കണം എന്ന് പറയുന്ന 5ാമത്തെ ആള് വരുന്നത്. ഇയാൾ 5ാമത്തെയാ. നമ്മൾ ഇതിനെ പ്രൈമായിട്ട് കരുതും. അപ്പോ അകത്ത് സഹജമായ ഈ ഗുരുത്വം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആധാരമാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു തരുന്ന ആളെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഗുരു എന്ന് പറയേണ്ടത്. പക്ഷെ അതും വിട്ടിട്ട് നിങ്ങളെ ഈ വഴിയിൽ നിന്നും പറഞ്ഞ് വേറൊരു വഴിക്ക് മിസ്ലീഡ് ചെയ്യിക്കുന്ന, നിങ്ങൾ ഇതിനെ ഒന്നുമല്ല നോക്കേണ്ടത്, നിങ്ങളുടെ അകത്തുള്ള കാര്യങ്ങളെയല്ല നോക്കേണ്ടത്. നിങ്ങൾ അവിടെ സായിപ്പ്, മറ്റേ ആള് അവിടെ, ഞാൻ പേര് പറയാത്തെന്താ വെച്ചാൽ ഇതൊക്കെ യൂട്യൂബിൽ ഇടുന്ന സമയത്ത് പേരുകളൊക്കെ പ്രശ്നമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ കൃത്യം പേര് തന്നെ പറഞ്ഞേനെ. നമ്മുടെ എണ്ണ ഉണ്ടാക്കി വിൽക്കുന്ന ആളുണ്ടല്ലോ, മരുന്നുണ്ടാക്കി വിൽക്കുന്ന ആളുണ്ടല്ലോ, പണം ഉണ്ടാക്കി വിൽക്കുന്ന ആളുണ്ടല്ലോ, അവരുടെയാണ് ഈ സാധനം. അവര് പറയുന്നതാണ് കേൾക്കേണ്ടത്. അവരാണ് നമ്മളെ പേപ്പറിൽ നിങ്ങൾ ഇതിന്റെ യോഗ്യനായി എന്ന് പറഞ്ഞു തരുന്നത്. അവരാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ മണ്ണിനൊക്കെ കപ്പം ചുമത്തിയിട്ട് മണ്ണൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോ, എനിക്ക് കപ്പം തന്നാ മതി എന്ന് പറയുന്നത്. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കപ്പം തന്നാ മതി എന്ന് പറയുന്നവരാ. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കപ്പം തന്നാ മതി എന്ന് പറയുന്നവര്. അത് സംഭരിക്കാൻ എന്താണ് ശേഖരന്മാര്, ഇതിനെ ഈ കപ്പത്തെ ശേഖരിക്കുന്നവർ, ശേഖരന്മാർ എല്ലാ ജില്ലകളിലുമുണ്ട്. ആ ശേഖരന്മാർ വഴി എല്ലാ നാടും ഇങ്ങനെ അവരുടെ കയ്യിൽ ഇങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പദം പറയാത്തതാണ്. അവർക്ക് ആണ് നിങ്ങളുടെ മുകളിലുള്ള ഗുരുത്വത്തിന്റെ മുകളിലുള്ള അവകാശം, നിയന്ത്രണം എന്നാണ് അവർ കരുതുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത്? നിങ്ങളെ എങ്ങനെയാണ് കരുതി പോയിക്കൊണ്ടിരിക്കുന്നത്? അത് മാറണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പകരം ഞാനിപ്പോ പറഞ്ഞു തന്നല്ലോ എവിടെയാണ് ഇയാൾ ഇരിക്കുന്നതെന്ന്. സഹജാവബോധം നിങ്ങൾക്ക് അപ്പിയിടാൻ തോന്നുന്നു. അപ്പിയിടലാണ് നമുക്ക് സഹജാവബോധത്തെ ഏറ്റവും നന്നായിട്ട് അറിയാൻ കഴിയുക. മറ്റേ വിശക്കുന്ന സമയത്ത് പോലും നമുക്ക് നമ്മളൊരു കാര്യത്തിൽ താല്പര്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിശപ്പ് എന്നുള്ള സാധനം ചിലപ്പോൾ കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പിയിടുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റിവെപ്പ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചോദന വന്നു കഴിഞ്ഞാൽ വന്നത് തന്നെ, വിട്ടു വന്നാൽ തടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് തോന്നിപ്പിക്കുന്നത്, തൂറാൻ മുട്ടാത്ത ആളുകൾ ആരും ഇല്ലല്ലോ ഇവിടെ. അത് മുട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഈശ്വരീയം എന്ന അവസ്ഥയെ, ഗുരുത്വം എന്നുള്ള അവസ്ഥയെ മനസ്സിലാക്കുക, അവിടെ ഉണ്ടെന്ന് അറിയുക. അതുപോലെ പിന്നീട് വരുന്ന ഓരോ ചോദനയും ഓരോന്നും നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ല, ഇത് കേൾക്കാനായിട്ട് ഇരിക്കുന്നില്ല. ഇത് ഈ ഇരുത്തിയത് ആരാണ്? ഞാൻ വിളിച്ചത് കൊണ്ട് വന്നതാണോ? അല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കത് അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ വന്നെത്തിയതാണ്. അതാരാണ് നയിച്ചത്? ഈ പറയുന്ന സഹജാവബോധമാണ് നയിച്ചത്. അപ്പോൾ ഈ സഹജാവബോധത്തെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്ന ആളെ നിങ്ങൾക്ക് ഒരു പക്ഷെ അതിന്റെ പ്രതിരൂപമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കണ്ടതാണ് ഞാൻ എൻ്റെ ഗുരുവിനെ. ഈ ഗുരുവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വശം കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടുത്തി തരാൻ കഴിയും തോന്നുന്നു. നിങ്ങൾ പ്രണയിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടെന്ന് പബ്ലിക്കായിട്ട് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രണയം വന്നിട്ടുണ്ടാവുമല്ലോ പലർക്കും. പറഞ്ഞ പ്രണയവും പറയാത്ത പ്രണയവും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ പ്രണയം എന്നുള്ള സംഭവത്തിന് നമുക്ക് ഭയങ്കര മഹത്തരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? ഈ പ്രണയത്തെക്കാളും മഹത്തരമായിട്ട് എന്താണുള്ളത് ലോകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ഭക്തിയാണ്. പ്രണയത്തിനേക്കാളും മഹത്തരമായിട്ടുള്ളത് ഭക്തി. കാണാത്തൊരാളെ പ്രണയിക്കുന്നതും കണ്ടൊരാളെ പ്രണയിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? കാണാത്തൊരാളെ പ്രണയിക്കുന്ന അതിനേക്കാളും മഹത്തരമാണ് ഒന്നിനോടുള്ള ഭക്തി. കണ്ട ഒരാളെ പ്രണയിക്കുന്നതിനേക്കാളും മഹത്തരമാണ് കണ്ട ഒന്നിനോടുള്ള ഭക്തി. ആ കണ്ട ഒന്നിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഗുരുവിനോടുള്ള ഭക്തിയാണ്. ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത് പ്രണയത്തെക്കാളും മഹത്തരമാണ്. ഇതിലും ഭംഗിയായിട്ട് പറയാൻ എനിക്കറിയില്ല, കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോ അത്തരത്തിലുള്ള ഒരു വിധേയത്വം, ചേർന്ന് നിൽപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ജീവിതത്തിന്റെ സുരക്ഷയാണ്, ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഓക്കെ, അപ്പോ ആ വിധത്തിലുള്ള ഒരു ഇമോഷനെയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ ഈ ഗുരു എന്ന് പറയുന്നത് വിവരങ്ങൾ പറഞ്ഞു തരുന്ന ആളാണെന്നും ഈ ഗുരുത്വം എന്ന് പറയുന്ന സാധനം എനിക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഒരു പരിപാടിയിൽ തന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ കാര്യങ്ങളെല്ലാം സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്, അപ്പൊ എനിക്ക് വെളിയിൽ നിന്നും ഒന്നിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്കൊരു ഗുരുവിന്റെ ആവശ്യമില്ല എന്ന് പുള്ളി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഞാനത് അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ അകത്താണ് അത് ഇരിക്കുന്നത്. പക്ഷെ അകത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ട് അതുമാത്രമാണ് ഗുരുത്വത്തിന് ആധാരമാകുന്നത് എന്ന് ചിന്തിച്ചാൽ അവിടെ നമ്മൾ പാളിപ്പോകും. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി തന്ന ഒട്ടേറെ പ്രതിഭാസങ്ങൾ പ്രകൃതിയിലുണ്ട്. ഈ പ്രതിഭാസങ്ങളെയും ഈ സഹജാവബോധത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞ എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായത് സ്വയമാണെന്ന് പറഞ്ഞത് യുക്തിയെയാണ്. ആ യുക്തിയല്ല, സഹജാവബോധം എന്നുള്ളൊരു അവസ്ഥയെ ചേർത്ത് നിർത്തുന്ന പ്രാകൃതിക പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ ഒരുപാടുണ്ട്. ആ പ്രതിഭാസങ്ങളോട് ചേർത്താൽ മാത്രമേ ഗുരുത്വം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ മനസ്സിലാക്കുക, ഗുരുത്വം എന്ന് പറയുന്നതിലെ ആ പദം സൂചിപ്പിക്കുന്നത് നമ്മുടെ ധർമ്മത്തോട് നമ്മളെ ചേർത്ത് നിർത്തുക എന്നതാണ്. ഗുരുത്വാകർഷണം പോലെ തന്നെ നമ്മുടെ ധർമ്മം എന്തോ ആ ധർമ്മത്തോട് ചേർത്ത് നിർത്തുക. ധർമ്മം എന്ത്, ഏത്, എങ്ങനെയെന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പറയാവുന്ന കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ ധർമ്മം, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മം, ചെയ്യേണ്ടുന്ന ധർമ്മത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ് ഗുരുത്വം. ആ ഗുരുത്വം എന്നുള്ളത് നമ്മിലേക്ക് കാണിച്ചു തരുന്നത് ആണ് ഗുരു. ഈ ഗുരു ഇരിക്കുന്നത് സഹജാവബോധത്തിലാണ്. ആ സഹജാവബോധത്തെ ഉണർത്തി കാണിച്ചു തരുന്ന ആളാണ് കാരണഗുരു എന്ന് പറയുന്നത്. മറ്റേത് കാര്യഗുരു, ഇത് കാരണഗുരു. കാരണഗുരുക്കന്മാര് പലരും ഉണ്ടാവും. അതിൽ ആദ്യത്തേത് അമ്മയായിരിക്കും, രണ്ടാമത്തത് അച്ഛനായിരിക്കും, മൂന്നാമത്തത് അയൽക്കാരനായിരിക്കണം, നാലാമത്തത് നിങ്ങൾക്ക് അറിവിന്റെ ഭാഷ്യം ചമച്ചു തരുന്ന വ്യക്തി ഉണ്ടെങ്കിൽ വ്യക്തി. മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെ ജീവിതത്തിൽ അതുണ്ട്. മണിയേട്ടനാണ് എന്റെ ഗുരു. മണിയേട്ടനാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം സംസാരിക്കാൻ പ്രാപ്തനാക്കിയത്. എനിക്ക് ഈ കണക്ഷൻ ഉണ്ടാക്കി തന്ന അദ്ദേഹമാണ്. ഓക്കെ, അപ്പോ അവരുമായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറയുന്നത് പ്രണയാത്മകമാണ്, ഭക്തിയാണ്. ആ ഭക്തിയിൽ അലിഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ കിട്ടുന്നത് ധൈര്യമാണ്, വ്യക്തതയാണ്, സുരക്ഷയാണ്, മുൻപോട്ടുള്ള വഴിയാണ്. അത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ അവതരണം നിർത്തുകയാണ്. ഇനി ചോദ്യത്തിലൂടെ ബാക്കി കൊണ്ടുപോകാം. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിലൂടെയാണ് ക്ലാസ്സിന് മുൻപോട്ട് പോകേണ്ടത്. നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുക. അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.